വിജയ എന്താ ദോശ? അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ അയ്യൻകുന്ന് പഞ്ചായത്തിലെ 2ാം വാർഡില് സ്ഥാനാർത്ഥി 2ാം വാർഡിലെ സ്ഥാനാർത്ഥി പാലത്തുംകട വാർഡിന്റെ പേര് മേരി റജി. അപ്പൊ മേരി ചേച്ചിനാണ് നമ്മളിന്ന് കാണാൻ വേണ്ടി പോകുന്നതും അതോടൊപ്പം തന്നെ വിശേഷങ്ങൾ അറിയാൻ പോകുന്നു. മേരി ചേച്ചി കഴിഞ്ഞ 5 വർഷം ഇരിട്ടി ബ്ലോക്കിലെ മെമ്പർ കൂടിയായിരുന്നു. ഈ പ്രാവശ്യം പഞ്ചായത്തിലേക്കാണ് മത്സരിക്കുന്നത്. എനിക്ക് ദാസ നമുക്കൊന്ന് വ്യത്യാസമായിട്ട് ചെയ്യണ്ടേ? എങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? വ്യത്യാസമായിട്ടുള്ള തലക്കെട്ടൊക്കെ കെട്ടിട്ട് നമ്മൾ വന്നത് അങ്ങനെയല്ലേ? ഇത് കർഷകർ ഒരുപാടുള്ളതുകൊണ്ട് ഈ കർഷകർ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടാണോ? അല്ല, അത് നമ്മുടെ ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ട് അങ്ങനെ വേറെ സ്റ്റൈൽ. നോക്കാം. ഇത് മെമ്പറാണ്, എക്സ്പീരിയൻസ് ആളാണ്, മണ്ടത്തരൊന്നും ചോദിക്കരുത്. അതാ ഞാൻ പ്രത്യേകിച്ച് പറയാനുള്ളത്. എനിക്ക് ഹലോ മേരി ചേച്ചി, നമസ്കാരം. നമസ്കാരം. നമ്മളെ കാത്തിരിക്കായിരുന്നു, ദാസനെ വിജയനെയും കാത്തിരിക്കായിരുന്നു അല്ലേ? കുറെ നേരം വീട്ടിന്ന്. എന്നാ ഇരിക്കേച്ചി, നമുക്ക് ഇരുന്നുകൊണ്ട് സംസാരിക്കാം വിശേഷങ്ങൾ. അപ്പോൾ മേരി ചേച്ചി, ദാസനും വിജയനും നമ്മുടെ ഇലക്ഷൻ പ്രചരണത്തിന്റെ ചൂടുകളൊക്കെ അറിയാൻ വേണ്ടി എത്തിയതാണ്. എങ്ങനെയുണ്ട് മേരി ചേച്ചി നമ്മുടെ ആദ്യത്തെ പ്രചരണമൊക്കെ എവിടെ വരെ? വളരെ നന്നായിട്ട് പോകുന്നു. കാരണം ഞാൻ ഒരു പ്രാവശ്യം എല്ലാ വീടും ഒന്ന് കവർ ചെയ്തു. എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി എന്നെ സ്വാഗതം ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഇനിയും ഈ വാർഡ് മെമ്പർ ആകണമെന്ന് ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് എനിക്കറിയാൻ മനസ്സിലായത്. ഞാൻ ഇപ്പോൾ 10 വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിലാവുന്നത്. ആദ്യമേ 2015 മുതൽ 2020 വരെ ഞാൻ ഇവിടുത്തെ വാർഡ് മെമ്പറായിരുന്നു. അതിനുശേഷം 20 മുതൽ 25 വരെ ഇപ്പം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ് എനിക്ക് നിലവിൽ. ഇപ്പോൾ പാർട്ടി വീണ്ടും എന്നോട് ആവശ്യപ്പെടുവാണ് ഒരു പ്രാവശ്യം കൂടി വാർഡിലേക്ക് നിൽക്കാൻ. അങ്ങനെ ഇപ്പോൾ പാലത്തുംകട വാർഡിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഞാനിപ്പം വീണ്ടും വന്നിരിക്കുകയാണ്. വിജയ, ഒന്നും ചോദിക്കാനല്ലേ? ഭയം പിടിച്ചിരിക്കണോ? ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ചോദിക്കണ്ടേ ചേച്ചി? കഴിഞ്ഞ 5 വർഷം ബ്ലോക്ക് പഞ്ചായത്തിൽ മെമ്പറായിട്ട് ഈ ഏരിയയിൽ തന്നെയാണ് പ്രവർത്തനം ഉണ്ടായത്. അതെ, അതേ പ്രവർത്തനത്തിൻ്റെ ഒരു തുടർച്ച എന്നോണം പഞ്ചായത്തിലേക്ക് പാർട്ടി മത്സരിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഒരു പ്രത്യേക ദൗത്യം കൂടെ ഉണ്ട്. ഇതിൻ്റെ പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യം കൂടെ ഉണ്ട്. അത് എങ്ങനെയാണ് ചേച്ചി നോക്കുന്നത്? ഞാൻ ആദ്യം സൂചിപ്പിച്ചു, ഞാനിപ്പോൾ 10 വർഷമായിട്ട് മെമ്പറാണെന്ന് പഞ്ചായത്തിലും ബ്ലോക്കിലും. അപ്പം പഞ്ചായത്ത് മെമ്പറായിരുന്ന സമയത്ത് ഇവിടെ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ മെമ്പറായിട്ടിവിടെ വരുമ്പം ഇവിടെ നമ്മുടെ പഞ്ചായത്തിലെ അയ്യൻകുന്ന് പഞ്ചായത്തിലെ ഏറ്റവും മലയോര വാർഡാണ് പാലത്തുംകട വാർഡ്. അപ്പോൾ അവിടെ ഏകദേശം ഒരു 10-15 ഇപ്പം വാർഡ് കൂടിയപ്പോഴാണ് ഒരു 11 റോഡോളുണ്ട്. എല്ലാം മൺ റോഡാണ്. അപ്പം അതൊന്നും കോൺക്രീറ്റ് ചെയ്യുകയോ ടാർ ചെയ്യുകയോ ചെയ്യാതെ വളരെ ബുദ്ധിമുട്ടുന്നൊരു സാഹചര്യമായിരുന്നു ഈ നാട്ടിലുണ്ടായിരുന്നത്. മഴക്കാലമായി കഴിഞ്ഞാൽ ഒരു വണ്ടി പോലും മലയ്ക്കോട്ട് കയറി പോകത്തില്ല. അപ്പോൾ എല്ലാം റോഡ് സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് ഇവർ വീട്ടിലേക്ക് നടന്നു പോകുന്നത്. അപ്പോൾ ആ സമയത്താണ് ഞാനിവിടെ മെമ്പറായി വരുന്നത്. ആ സമയത്ത് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഏകദേശം എല്ലാ റോഡുകൾക്കും ഫണ്ട് വെക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട MLA പെരുനാവൂർ നിയോജകമണ്ഡലം MLA സണ്ണി സാറ് ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മളിവിടെ വന്ന് നിൽക്കുകയാണ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഏകദേശം ഒരു 860 മീറ്റർ ദൂരെയായിട്ടൊരു കലുങ്കുണ്ട്, നല്ലൊരു പാലം എന്ന് തന്നെ പറയാം. അതിന് പൈസ വെച്ചാൽ അവിടെയൊക്കെ ഒത്തിരി ആളുകൾ താമസിക്കുന്നതാണ്. അവിടെ 10-60 വർഷത്തിലധികമായി ജനങ്ങൾ താമസിക്കുന്നിടത്ത് മഴക്കാലമായാൽ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പറ്റത്തില്ല, ആ തോട് കടന്ന് പോകാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഞാൻ മെമ്പറായിരുന്ന സമയത്ത് സണ്ണി സാറുമായിട്ട് സംസാരിച്ച് സാറ് വന്ന് കണ്ട് ആ റോഡിന് തോടിനൊരു പാലം അനുവദിച്ചു തന്നു. അതുപോലെ എല്ലാ റോഡുകൾക്കും തന്നെ സാറ് ഫണ്ട് അനുവദിച്ചു തന്നു. അതോടൊപ്പം പിന്നെ പഞ്ചായത്ത് മെമ്പറാകുമ്പോൾ നമുക്കൊരു ഫണ്ടൊക്കെ കിട്ടുമല്ലോ. ആ ഫണ്ടും മാക്സിമം നമ്മുടെ ഭരണസമിതി കൂടുതൽ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ മലയോര വാർഡായതുകൊണ്ട് കൂടുതൽ ഫണ്ട് അനുവദിച്ചു തന്ന് നല്ല രീതിയിൽ വർക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്. അതെനിക്ക് വളരെ അഭിമാനമാണ്. കാരണം ഒത്തിരി ദുരിതപ്പെടുന്ന വാർഡിൽ ജനങ്ങൾക്ക് വണ്ടി വീടിൻ്റെ അടുത്ത് വരെ എത്തുക എന്നുള്ളത് അതിൻ്റെ ഒരു വലിയ സ്വപ്നവും ഒരു വലിയ അഭിമാനമാണ്. അങ്ങനെ ചെയ്യാൻ സാധിച്ചു. അപ്പം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആയപ്പോഴും ഇവിടെ അതിൻ്റെ തുടർച്ചയായിട്ട് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതും അറിയാവുന്നതാണ്. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ഞാൻ മെമ്പറായി ചെന്നപ്പോൾ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ നിങ്ങൾക്കറിയാമായിരിക്കും, പ്രിയപ്പെട്ട വേലാചേട്ടൻ.
വേലാതേട്ടനെ കൂട്ടി ഞാൻ ഈ വാർഡെല്ലാം ഒന്ന് സന്ദർശിച്ചിട്ടുണ്ട്. കാരണം ഈ വാർഡിൻ്റെ അവസ്ഥയൊന്നും കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, മെമ്പർ ഒരു കാര്യം ചെയ്തു, പരമാവധി ഫണ്ട് നമ്മൾ തരാം, അപ്പോൾ അത് ഈ വാർഡിൽ പറ്റുന്നത് പോലെയൊക്കെ വെച്ചോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ പാർട്ടിയായിട്ടും ആലോചിച്ചപ്പം കൂടുതൽ ഫണ്ട് ഞാൻ ഈ വാർഡിൽ തന്നെയാണ് ചിലവഴിച്ചത്. അതിൻ്റെ കാരണം ആദ്യം സൂചിപ്പിച്ചത് തന്നെയാണ്. ഈ ഭാഗത്തെ ജനങ്ങൾക്ക് ഒത്തിരി യാത്രാ ദുരിതമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, കാട്ടാനകളുടെ വന്യമൃഗശല്യം വളരെ രൂക്ഷമാണ്. അതുപോലെ പല സമയങ്ങളിലും പ്രളയം, 2018 ശക്തമായ പ്രളയം ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നമുക്ക് നല്ലൊരു ഗതാഗത യോഗ്യമായ റോഡുണ്ടെങ്കിൽ ജനങ്ങൾക്ക് വലിയ ഉപകാരമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ വർക്കും എനിക്കിവിടെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതും എനിക്ക് ഒത്തിരി അഭിമാനമാണ്. അതുപോലെ തന്നെ തെരുവ് വിളക്കുകൾ, അതായത് സോളാർ ലൈറ്റ്, നല്ലൊരു 11ഓളം ലൈറ്റ് ഞാൻ പഞ്ചായത്ത് മെമ്പറായിരുന്നു വെച്ച് തന്നെ. അപ്പം അതിൻ്റെയും കാരണം ഇത് തന്നെയാണ്, ഇവിടുത്തെ വന്യമൃഗശല്യം. അപ്പോൾ പെട്ടെന്ന് ആരെങ്കിലും ഇറങ്ങി വരുന്ന സമയത്തോ അല്ലെങ്കിൽ താമസിച്ച് യാത്ര ചെയ്ത് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ വെളിച്ചമുണ്ടെങ്കിൽ കുറേ ഗുണമായിരിക്കുമല്ലോ. അപ്പം അങ്ങനെ ലൈറ്റ് വെക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ മുകളിലൊരു റോഡുണ്ട്, 2018 മഴയത്ത് വെള്ളപ്പൊക്കത്തിൽ അത് കുറേ റോഡ് താന്നു പോയിട്ട് വിണ്ട് കീറിയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്തൊരു ലൈറ്റ് വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ മേഖലയിലും ഏകദേശം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും അതിൻ്റെ തുടർച്ചയായിട്ട് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യണമെന്ന് ഉള്ളൊരു വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ അത് നാടിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഒരു മെമ്പറായിട്ട് അത് ചെയ്യണമെന്നുള്ള അതിയായ ആഗ്രഹമുണ്ട്. അപ്പോൾ അത് ഞാൻ എന്നും എൻ്റെ ഒരു വലിയൊരു ദൗത്യമായിട്ട് ഏറ്റെടുക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പാലത്തുംകാട് വാർഡിൽ എത്ര വോട്ടർമാരുണ്ട്? ഇപ്പം 1034 വോട്ടർമാരാണ്. ഇനി ഒരു പട്ടികയും കൂടെ വരാനുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് പട്ടിക ഈ ദിവസങ്ങളിൽ തന്നെ ഇറങ്ങും. അപ്പോഴേക്കും അതിനകത്തൊരു ചെറിയൊരു മാറ്റം വരും. കാരണം കുറച്ച് വോട്ട് കയറ്റിയിട്ടുമുണ്ട്, അതനുസരിച്ച് തള്ളാനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കൂടെ വന്നു കഴിഞ്ഞാലേ കറക്റ്റ് എണ്ണം പറയാൻ പറ്റുള്ളൂ. പുതു വോട്ടർമാർ ഒരുപാട് പേരുണ്ടോ? ഉണ്ട്, ഒരു 100-100-ലധികം ഉണ്ട്. അവരെയൊക്കെ കണ്ടോ? കണ്ടു, വിളിച്ചു. ഞാൻ തന്നെ കുറേ പേരുടെ വോട്ട് കയറ്റിയേക്കുന്നത്. അപ്പോൾ അവരുടെ എല്ലാം പ്രൂഫ് മേടിച്ചിട്ട് വോട്ടർ പട്ടിക കയറ്റിയിട്ടുണ്ട്. അവരെല്ലാവരും നല്ല സപ്പോർട്ടായിട്ട് തന്നെയാണുള്ളത്. ഈ പൊതുപ്രവർത്തനത്തിൽ വീട്ടുകാരുടെയൊക്കെ സപ്പോർട്ട് എങ്ങനെ? വീട്ടുകാരെനിക്ക് വളരെ സപ്പോർട്ടാണ്. എൻ്റെ ഹസ്ബൻഡിനെ നിങ്ങൾ കണ്ടു കാണും. പുള്ളിയാണ് എനിക്ക് ഏറ്റവും വലിയ സപ്പോർട്ട്. പുള്ളിയുടെ ആ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഇത്രയും നന്നായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. കാരണം എവിടെയെങ്കിലും പോകേണ്ട സാഹചര്യത്തിൽ എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല, പുള്ളി എന്നെ കൂട്ടിക്കൊണ്ട് പൊക്കോളും. അങ്ങനെ എല്ലാ കാര്യത്തിലും ഇനി സാമ്പത്തിക ആവശ്യം വരുന്ന സമയത്ത് ആ രീതിയിൽ സഹായിക്കും. കാരണം നമുക്കറിയാം രോഗികളൊക്കെ വരുന്ന സമയങ്ങളുണ്ടല്ലോ. അപ്പോൾ അതും എല്ലാം കൊണ്ടും പിന്നെ മക്കളാണേലും നല്ല സപ്പോർട്ടാണ്. എനിക്ക് ബുദ്ധിമുട്ടായിട്ട് വരാറില്ല. ചേച്ചി ഒരു കാര്യം ചോദിക്കട്ടെ, ഇതൊരു കുടിയേറ്റ മേഖലയാണ്, പൂർണ്ണമായും കുടിയേറ്റ കർഷകരാണ് ഇവിടെയുള്ളവരെല്ലാവരും. ചേച്ചിയും ഒരു കുടിയേറ്റ പുത്രിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവിടെ കാർഷിക മേഖല, ഇവിടുത്തെ പ്രധാന വരുമാന മാർഗം കശുവണ്ടി, കവുങ്ങ്, തെങ്ങ്, റബ്ബറുണ്ട്, പിന്നെ ഇതുണ്ട്, നമ്മളെന്താ പറയുക, മാവ് കൃഷി, മാമ്പഴ സീസൺ ആയാലും ഇവിടെ ഒരു ഭയങ്കര സീസൺ. ഈ കർഷകർ ഇവർക്കൊക്കെ ആയിട്ട് ഇത് ഒരു പ്രത്യേക ഏരിയയാണ്. ഇവിടെ ഒരു പ്രകൃതി ഭയങ്കര മനോഹരമായ ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ഈ കർഷകർക്കായുള്ള എന്തൊക്കെ പദ്ധതികളാണ് മനസ്സിൽ കരുതിയിരിക്കുന്നത് എന്ന് പറയാമോ? ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വാർഡ് മെമ്പർ ആയിരുന്നു. അതുപോലെ ഇപ്പോഴത്തെ ഭരണസമിതി ഫലവൃക്ഷ തൈകൾ എല്ലാ വർഷവും ഒരു പദ്ധതിയായിട്ട് വെച്ചിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് ഇന്നലെ ഞാനൊരു വീട്ടിൽ ഇങ്ങനെ സന്ദർശനമായിട്ട് ചെന്നപ്പോൾ അവരെന്നോട് പറഞ്ഞു, അന്ന് മേരി ചേച്ചി മെമ്പറായിരുന്ന സമയത്ത് തന്ന മാവാണ്, നല്ലോണം 2 വർഷമായിട്ട് നന്നായിട്ട് കായ്ക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. അങ്ങനെ കർഷകരെ സഹായിക്കുന്ന രീതിയിലുള്ള എല്ലാ പദ്ധതികളും പഞ്ചായത്ത് വെക്കാറുണ്ട്. പിന്നെ ഇനി എൻ്റെ മനസ്സിലുള്ളത് ഒത്തിരിയേറെ കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്കുണ്ട്. കാരണം നമ്മുടെ ഈ മലയോര മേഖലയാണ്, അതുപോലെ വന്യമൃഗശല്യം രൂക്ഷമായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ കഴിഞ്ഞ 5 വർഷക്കാലങ്ങളിൽ നമുക്ക് ഫെൻസിങ് അനുവദിച്ചു തന്നു, സോളാർ ഫെൻസിങ്. അപ്പോൾ അതിൻ്റെ ഏകദേശം പണി പൂർത്തിയായിട്ടുണ്ട് നമ്മുടെ വാർഡിൻ്റെ. അപ്പോൾ അത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസിന് പൈസ വെച്ചിട്ടില്ലായിരുന്നു ടെൻഡറിൽ, എസ്റ്റിമേറ്റിൽ. അപ്പോൾ അത് നമ്മുടെ നാട്ടുകാർ സഹകരിച്ച്, അതായത് നമ്മുടെ പള്ളി വികാരി അച്ഛനടക്കം, കച്ചേരിക്കടവ്, പാലത്തുംകടവ്, തട്ടുപള്ളി, ഉണ്ണീശപ്പള്ളി, 3 പള്ളിയിലെ അച്ഛന്മാരും അവിടുത്തെ ജനങ്ങളും അടക്കം ഒന്നിച്ചാണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് നടത്തി ആ പദ്ധതി നടപ്പിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ഇപ്പോൾ അതിനകത്ത് നേരിടുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കാട് കയറി കഴിഞ്ഞ് ഈ ഫെൻസിങ്ങിൽ കാട് കയറിയാൽ ഇത് പ്രവർത്തനമല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിനെ നമുക്ക് തെളിക്കണം.
കാർഡ് വാങ്ങി കൊടുക്കണം. അപ്പോൾ അതൊരു വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു മാസം മുമ്പിൽ ഞാനൊരു കമ്മിറ്റി വിളിച്ചായിരുന്നു. അപ്പോൾ അത് മോള് ഭാഗത്തെ കേരള ഫോറസ്റ്റിൻ്റെ സൈഡിലുണ്ട്, അതുപോലെ കർണാടക ഫോറസ്റ്റിൽ നിന്ന് കയറി വരുന്ന ആനയുണ്ടല്ലോ, അപ്പോൾ അതിനെ തടയാൻ വേണ്ടി പുഴ സൈഡിൽ കൂടെ ഉണ്ട്. അപ്പോൾ അതെല്ലാം പൂർത്തീകരിച്ചു. പക്ഷേങ്കിൽ അത് പറയാം കാർഡ് വായിക്കണം, ഇടയ്ക്കിടയ്ക്ക് കാർഡ് കയറിക്കൊണ്ടിരിക്കുമല്ലോ. അതിന് വേണ്ടിയിട്ട് എൻ്റെ മനസ്സിലൊരു ആശയമുണ്ട്. അപ്പോൾ ഒരു പദ്ധതി അതിനകത്ത് വെച്ചിട്ട് DPC അംഗീകാരം കിട്ടുവാണെങ്കിൽ പാലത്തങ്ങട് വാർഡിന് വേണ്ടി മാത്രം വെക്കണം. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ടെൻഡർ കൊടുത്ത് ആളെ ഏൽപ്പിച്ചിട്ട് അവരത് കൃത്യമായിട്ട് വായിക്കോളും. അപ്പോൾ പിന്നെ ആനയ്ക്ക് കയറി വരാൻ പറ്റില്ല. ഇപ്പം നമ്മളത് ഇട്ടതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ ആനയുടെ ചോട്ടിൽ നേരെ അപ്പുറത്ത് വന്ന് നിന്നിട്ട് കണ്ടമാനം ചവിട്ടി കൂട്ടുന്നതിന് ഇങ്ങോട്ട് കയറാൻ പറ്റാത്തതുണ്ട്. അപ്പം അത് നമ്മൾ സംരക്ഷിച്ച് പോയി കഴിഞ്ഞാൽ നല്ല വിജയകരമായ ഒരു പദ്ധതിയാണ്. അപ്പം അതിനെ ഏറ്റവും നല്ല രീതിയിൽ സംരക്ഷിച്ച് കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ കുടുംബശ്രീ യൂണിറ്റുകളൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് ചെറുകിട സംരംഭങ്ങൾ തുടങ്ങണമെന്നൊരു ആഗ്രഹമൊക്കെ പറയുന്നുണ്ട്. അതെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ വർഷവും വനിതകൾക്കൊരു ഫണ്ട് ഉണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പൈസ വെക്കുന്നുണ്ട്. പക്ഷേ ചില മേഖലയിൽ നിന്നും വനിതകൾ അങ്ങനെ രംഗത്ത് വരുന്നില്ല. അത് എന്താണെന്നറിയില്ല. അപ്പം ഞാൻ വിചാരിച്ചേക്കുന്നത് ഇനിയും ഞാനൊരു മെമ്പറായി വന്നു കഴിയുമ്പം അവരെ ഒന്നുകൂടെ കൂട്ടിപ്പിടിച്ചിട്ട് അവർക്ക് ഏതാണോ താല്പര്യം അത് അത്രയും പേരെ കൂട്ടിപ്പിടിച്ചിട്ട് നല്ല സംരംഭങ്ങൾ കൊണ്ടുവരണമെന്നുള്ള ഒരു വലിയൊരു ആഗ്രഹമുണ്ട്. നമുക്ക് കുറച്ച് നടന്നോണ്ട് സംസാരിച്ചാലോ? ആയിക്കോട്ടെ. ഒരേ സ്ഥലത്ത് ഇരിക്കുമ്പോൾ ഒരു സുഖം കിട്ടുന്നില്ല അല്ലേ വിജയ? ഇനി നമുക്ക് കുറച്ച് നടന്നോണ്ട് സംസാരിക്കാം. എന്റെ വിജയ, ഇത് നല്ല പ്രകൃതി സുന്ദരമായിട്ടുള്ള സ്ഥലം അല്ലേ? കർണാടകയാണെന്ന് മോനെ, കർണാടക ബ്രഹ്മഗിരി വനനിരകൾ. ശരിക്കും പറഞ്ഞാല് മേരി ചേച്ചി, ഇത് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്നത് സത്യം തന്നെയാണ്. കാരണം ഇവിടെ വരുമ്പോൾ അറിയാം അതിന്റെ ഒരു ഫീല്. പറഞ്ഞാല് കേരള കർണാടക അതിർത്തി പങ്കിടുന്ന ഒരു വാർഡാണ്. നല്ല ബാരാപ്പോൾ ജലവൈദ്യുത പദ്ധതി ഇതിന് തൊട്ടടുത്ത് തന്നെയാണ്, പാലത്തുകടവ് തന്നെയാണ്. അപ്പോൾ ഒരു ടൂറിസം പ്ലേസ് കൂടിയാണ് നമ്മുടെ ഈ പാലത്തുംകടവ് എന്ന് പറയുന്നത്. നല്ല സുന്ദരമായിട്ടുള്ള കാഴ്ചകളുണ്ട് ഇവിടെ കാണാനൊക്കെ. അപ്പോൾ ഈ ടൂറിസം മേഖലയ്ക്ക് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുക? നമ്മളെല്ലാ വർഷങ്ങളിലും ടൂറിസം പദ്ധതി ഇവിടെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളതിനെക്കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട്. പക്ഷേ ഈ വർഷം അതെൻ്റെ ഒരു വലിയൊരു നിർബന്ധ ബുദ്ധി പോലെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അടക്കം ഞാനത് ആവശ്യപ്പെട്ട് അങ്ങനെ 10 ലക്ഷം രൂപ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഈ വർഷം ഒരു ടൂറിസം പദ്ധതിക്ക് വേണ്ടിയിട്ട്. അയ്യങ്കുന്ന് പഞ്ചായത്ത് തന്നെ എഴുതിച്ചാണ് വെച്ചിരിക്കുന്നത്. അത് ഉണ്ട്, അതിന് ഉള്ള അപ്രൂവലെല്ലാം കിട്ടി. ഇനിയിപ്പോൾ അതിൻ്റെ ബാക്കി നിർവഹണം നടത്തുന്ന രീതിയിലാണുള്ളത്. അപ്പോൾ അതെൻ്റെ ഒരു ആഗ്രഹം. അയ്യങ്കുന്ന് പഞ്ചായത്ത് വെച്ചെങ്കിലും ബാരാപ്പോൾ പ്രദേശമാണ് ഞാൻ ഉദ്ദേശിച്ച് വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ പുതിയതായിട്ട് മെമ്പറായി വന്നു കഴിയുമ്പം അത് പാലത്തുംകടയിൽ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വിജയ, എന്താ ചോദിക്കാനുള്ളത്? അത് ഞാൻ ഉദ്ദേശിച്ചു. പിന്നെ ചേച്ചി ഇതിന് മുമ്പ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് 5 വർഷം ചെയ്ത സമയത്ത് കുടിവെള്ള പദ്ധതികൾ അങ്ങനെ ഒത്തിരി ജനക്ഷേമകരമായ പദ്ധതികളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് എന്തെങ്കിലും ഓർത്തിരുന്ന് പറയാൻ ഓർമ്മ വരുന്ന എന്തെങ്കിലും ഉണ്ടോ? അറിയാം. ഞാൻ 5 വർഷം വാർഡ് മെമ്പറായിരുന്ന സമയത്ത് അന്ന് പല മേഖലയിൽ നിന്നും ഒത്തിരി അല്ലെങ്കിൽ പോലും കുടിവെള്ള ക്ഷാമം എന്നോട് അന്നേരം തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ അതെൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ വേനലായി കഴിയുമ്പം നമ്മുടെ പഞ്ചായത്ത് വെള്ളം ഇറക്കി കൊടുക്കുന്നൊരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ അങ്ങനെ വന്ന സ്ഥിതിക്ക് ഞാൻ പഞ്ചായത്തിൽ മെമ്പറായിരുന്ന സമയത്ത് എലവിങ്ക് ജംഗ്ഷൻ പ്രദേശത്ത് ഒരു 8-10 കുടുംബങ്ങൾക്ക് വെള്ളമില്ല. അപ്പോൾ അവിടെ ഒരു കുഴൽക്കിണർ കുത്തി മോട്ടറും വെച്ച് ടാങ്കും ഒക്കെ വെച്ച് കൊടുത്ത് നമുക്ക് ആ വെള്ള സൗകര്യമാക്കി കൊടുക്കാൻ സാധിച്ചു. അത് ഇന്നും നല്ല ശുദ്ധമായ ജലം 8-10 വീട്ടുകാരെ വെള്ളം കുടിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഇതുപോലെ തന്നെ മാക്കണ്ടി പ്രദേശത്ത് ഒരു 10-26 കുടുംബങ്ങൾ കുടിവെള്ളമില്ല. അതും ഇതേപോലെ തന്നെ പഞ്ചായത്ത് വെള്ളം ഇറക്കി കൊടുക്കുക. ഒരു ഫെബ്രുവരി ലാസ്റ്റോടുകൂടി വെള്ളക്ഷാമമാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പം അത് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിലെ നമ്മുടെ ഭരണസമിതി അറിയിച്ച് അത് പദ്ധതി വെച്ച് നല്ല അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും വേണമെങ്കിൽ നാക്കണ്ടി പ്രദേശത്ത് ചില മലഭാഗത്താണ് വെള്ളം ആവശ്യമുള്ളത്. പക്ഷെ അവിടെ നമുക്ക് വെള്ളം കിട്ടിയല്ല. നമ്മൾ കുഴൽക്കിണർ കുത്തിയിട്ട് വെള്ളം കിട്ടാതെ പോയതാണ്. മറ്റ് കുളമോ കിണറോ കുഴിക്കാനുള്ള സാധ്യതയില്ലാത്ത സ്ഥലമാണ് സാഹചര്യം. അപ്പം നമ്മളിത് പല പ്രാവശ്യം കയറി ഇറങ്ങി നോക്കിക്കഴിഞ്ഞിട്ട് നമ്മൾ തീരുമാനിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പുഴ സൈഡിൽ നമ്മുടെ ബാരാപ്പുഴ ഉണ്ടല്ലോ, അതിൻ്റെ സൈഡിൽ ഒരു വ്യക്തിയുടെ സ്ഥലം നമുക്ക് 1 സെൻറ്റ് സ്ഥലം ഈഴത്തുംകുഴി സുരേഷ് നമുക്ക് സൗജന്യമായിട്ട് എഴുതി തന്നു പഞ്ചായത്തിൻ്റെ പേരിൽ. അങ്ങനെ അവിടെ ഒരു കിണർ കുത്തി നല്ല ആഴത്തിൽ നല്ല ഇഷ്ടം പോലെ വെള്ളം. അപ്പോൾ ആ വെള്ളത്തിന് എന്നിട്ട് മോട്ടർ വെച്ചിട്ട് ഒരു 780 മീറ്റർ കയറ്റത്തിലേക്ക് ടാങ്കിലേക്ക് അടിച്ചു കയറ്റി
അത് 170 ഹൈറ്റാണ്. ഒരു ഭയങ്കര റിസ്കി പ്രോജക്റ്റായിരുന്നത്. അത് പൂർത്തീകരിക്കാൻ സാധിച്ചു. അത്രയും കുടുംബങ്ങൾക്ക് വെള്ളം കിട്ടുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അഭിമാനം തന്നെ എനിക്ക് പറയാം. ഭയങ്കര സന്തോഷമാണ്. കൊടുക്കുക തന്നെയല്ല, അവിടെ വെള്ളം എത്തിക്കുക എന്നുള്ളതാണ്. അത് സാധാരണ ആരും ഏറ്റെടുക്കാൻ പറ്റാത്തൊരു റിസ്കി പ്രോജക്റ്റ് എന്ന് തന്നെ എന്നെ പറയാം. ഒരുപാട് റിസ്ക് ഏറ്റെടുത്തിട്ടുള്ള ഒരു മെമ്പർ കൂടി ആയിരുന്നു അല്ലേ ശരിക്കും. അപ്പോൾ ഈ ഒരു ഇലക്ഷന് വിജയിച്ചു വരുമ്പോൾ ഒരുപാട് റിസ്ക് നമ്മുടെ പാലത്തുകടവിലെ ജനങ്ങൾക്ക് വേണ്ടി എടുക്കും. തീർച്ചയായിട്ടും എടുക്കും. അതിന് ഒത്തിരി പദ്ധതികൾ എൻ്റെ മനസ്സിലുണ്ട്. ഇവിടെ ഈ ഊരുകൾ കുറവാണ്, നമ്മുടെ വാർഡുകൾ കുറവാണ്. ഊരെന്ന് പറയാനില്ല, ഒരു 2-3 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് ഇവിടെ. അവരിവിടെ പണിയെടുക്കും. ഇപ്പം അങ്ങനെ വളരെ വീട്ടിൽ താമസിക്കുന്ന അതിൽ 2 പേർക്ക് ഓട്ടമുണ്ട്. ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കുഴപ്പമില്ല. എന്നാലും ആശാ വർക്കർമാരുണ്ടല്ലോ, എല്ലാ മേഖലയിലും എത്തിപ്പെടും. പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നു. മറ്റ് പകർച്ചവ്യാധി അങ്ങനെയൊന്നുമില്ല. എന്നാലും പിന്നെ PHCയും ഒക്കെ ഉണ്ടല്ലോ, അപ്പം അത് ആ രീതിയിൽ അങ്ങ് പോകുന്നുണ്ട്. ഇപ്പോൾ ചേച്ചി പിന്നെ ഒരു എന്താ പറഞ്ഞാൽ, ഇപ്പം നമ്മുടെ ഈ പാലത്തുംകടവ് ഈ മേഖലയിൽ വഴികളും കാര്യങ്ങളൊക്കെ നല്ല സൗകര്യങ്ങൾ ഡെവലപ്പായി. പക്ഷേ ഇവിടെ പ്രധാനമായി കേൾക്കുന്ന ഒരു വിഷയമുണ്ട്, വാഹനം, ബസ്സില്ല എന്നുള്ളൊരു സംഭവം. അത് വളരെ അത്യാവശ്യമാണ്. സാധാരണക്കാരായ നിരവധി കർഷകരാണ്. അവര് ഇന്ന് വെളിയിൽ പോയി തിരിച്ചു വരുന്നതിന് വലിയ പൈസ ചെലവാക്കുന്നുണ്ട്. അപ്പോൾ ഇനി പഞ്ചായത്തിൽ ജയിച്ചു വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ബസ് സൗകര്യം, അവർക്ക് സൗകര്യം ഏർപ്പെടുത്താൻ ജനകീയമോ അല്ലെങ്കിൽ സർക്കാരിലെ ബന്ധപ്പെട്ട ഒരു ബസ് സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കാനുള്ള കാര്യങ്ങൾ എന്തെങ്കിലും സർക്കാരുന്നുണ്ടോ? ഞാനത് വർഷങ്ങളായിട്ട് ആലോചിച്ചുകൊണ്ടും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഞാനും ഇവിടുന്ന് യാത്ര പോകുന്നതാണ്. എനിക്കറിയാം, എനിക്ക് രാവിലെ ഇവിടുന്ന് ഓട്ടോറിക്ഷ കൂട്ടി പോയാൽ ഹസ്ബൻഡ് എന്തെങ്കിലും തൊഴിലുമായിട്ട് പോകും, അങ്ങനെ കൊണ്ടുവിടാനൊന്നും ആളുണ്ടാവില്ല. ഞാൻ രാവിലെ ഓട്ടോയ്ക്ക് പോയിട്ട് രാവിലെ 190 രൂപ, തിരിച്ച് വൈകിട്ട് വരുമ്പോഴും അത്രയും പൈസ. കുട്ടപ്പുഴ ടു പാലത്തുംകടവ്, പിന്നെയാണ് ബാക്കി ബസ് ചാർജ്. അപ്പം ഞാനും അത് ഒത്തിരി ആഗ്രഹിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പം ഞാൻ പല പ്രാവശ്യം ഞാൻ ട്രാൻസ്പോർട്ട് ഓഫീസിൽ പോയി എഴുതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കുറച്ച് 2-3 മാസം മുമ്പ് ഞാൻ പോയി കൊടുത്തിട്ടുണ്ട്, MLA കവറിംഗ് ലെറ്റർ അടക്കം വെച്ചിട്ട്. അപ്പോൾ അവർ പറയുന്നത് ശ്രമിക്കാം എന്ന് മാത്രമാണ് പറയുന്നത്. അപ്പം നമുക്ക് കഴിഞ്ഞ മാസം ഒരു KSRTC ബസ് വന്നിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു സമയത്തിൻ്റെയും പല പ്രശ്നങ്ങളും കൊണ്ടും അതിന് നഷ്ടത്തിലാണെന്നാണ് അവർ അറിയിച്ചത്. എന്ത് വന്നാലും നിർഭാഗ്യവശാൽ അത് ആക്സിഡൻ്റായി ആ ബസ് അങ്ങ് നിന്ന് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇനി എന്തായാലും എൻ്റെ പരിശ്രമം തുടർന്നുകൊണ്ടേയിരിക്കും. കാരണം ഇവിടുത്തെ സ്ത്രീകൾക്ക് യാത്രയ്ക്ക് വേണ്ടിയിട്ട് ബസ് എന്തായാലും ആവശ്യമാണ്. അത് ഏത് രീതിയിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നത് എന്നാൽ കഴിയുന്ന വിധം ഞാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. എങ്ങനെയുണ്ട് നമ്മുടെ ഈ വോട്ടർമാരെയൊക്കെ കാണുമ്പോൾ അവരുടെ ഒരു പ്രതികരണം എങ്ങനെ? അത് വളരെ സന്തോഷത്തോടു കൂടിയാണ്, വളരെ ഹാപ്പിയാണ്. മേരി ചേച്ചി തിരിച്ചു വരണം, വാർഡിലേക്ക് തിരിച്ചു വരണം എന്ന് തന്നെ അതിൽ ഒത്തിരിയേറെ ആളുകൾ എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒന്നുകൂടെ ഇറങ്ങിയേക്കാമെന്ന് വിചാരിച്ചത്. അതങ്ങനെ മേരിച്ചേച്ചി, അത് നമ്മുടെ കേരളം മുഴുവൻ ഈ പാലത്തുംകടവ് അറിയപ്പെടുന്നത് ബാരാപ്പോൾ പദ്ധതിയുടെ പേരിലാണ്. ഇപ്പം ആര് പറഞ്ഞാലും കേരളത്തിൽ എവിടെ പറഞ്ഞു കഴിഞ്ഞാലും ബാരാപ്പോൾ എന്ന പദ്ധതിയെക്കുറിച്ചും ആ പ്രദേശത്തെക്കുറിച്ചും ഒരു അറിവ് കേരളത്തിലെ ജനത്തിന് മുഴുവനുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഓടുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ ഈ സമീപകാലത്തായിട്ട് അതുമായി ചുറ്റിപ്പറ്റി കുറേ ഇഷ്യൂസും അവിടുത്തെ പ്രദേശത്തെ താമസക്കാർക്ക് കുറേ ഇഷ്യൂസും അങ്ങനെ കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ അത് നമുക്കത് പരിഹരിച്ച് നല്ല ലാഭത്തിൽ പോകുന്ന പദ്ധതിയാണ്. അത് പരിഹരിച്ച് മുമ്പോട്ട് പോകണം. അതിനുള്ള ഇടപെടലുകൾ ഉണ്ടാകുമോ? തീർച്ചയായിട്ടും. അതിനെന്ന് എന്താ വെച്ചാൽ ഒരു 2.5 വർഷത്തോളമായി ജോസഫ് കുറ്റ്യാനിയെ കുടുംബത്തെ ഇവിടുന്ന് വാടകയ്ക്ക് മാറ്റി താമസിപ്പിച്ചേക്കുക. അപ്പോൾ അന്ന് വെള്ളം കനാലിൽ കൂടെ വിട്ടുകൊണ്ടിരുന്ന അപകട സാധ്യത മുന്നിൽ കണ്ടിട്ട് ചെയ്തതാണ്. പക്ഷെ ഇപ്പം കഴിഞ്ഞ ജൂൺ മാസത്തിൽ കനാലിന് വിള്ളൽ വീണിട്ട് അതിപ്പം പൂട്ടി വെച്ചേക്കുണ്ടോ, അടച്ചിട്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇപ്പം അവർ നിലവിൽ ഇവരെ വാടകയ്ക്ക് മാറ്റിയേക്കുക 2 കുടുംബത്തെ. റിന്നി വല്ലാട്ടിന് അത് 6 മാസമായിട്ടുള്ളൂ. അവർക്കിനി വാടക കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഒരു വലിയൊരു പ്രശ്നം നേരിടുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയുള്ള എല്ലാ ഇടപെടലുകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം 2.5 വർഷത്തോളമായി മാറി താമസിക്കുന്നൊരു വീട്, അതെന്തായാലും അതൊരു അപകട സാധ്യത മുന്നിൽ കണ്ടിട്ടാണ് അവരത് മാറ്റിയേക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞാൽ ഇപ്പം പ്രവർത്തനം നടക്കാത്തത് കൊണ്ട് അത് അവർക്കിനി വാടക കൊടുക്കാൻ പറ്റത്തില്ല എന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ എന്താണേലും അത് സർക്കാർ തലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും, അതായത് കളക്ടർ തലത്തിലും ഞങ്ങൾ പരാതികൾ അയച്ചിട്ടുണ്ട്. അതിനുള്ള തീരുമാനം ഉണ്ടാകുന്നതിന് വേണ്ടി എന്നെ കഴിയുന്ന വിധം ഞാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ ബാരാപ്പോളിൻ്റെ അടിവശത്ത് ഇപ്പോൾ ഈ ഡാമേജ് ആയിട്ടുള്ള സ്ഥലം ഉണ്ടല്ലോ, അതിൻ്റെ അടിയിൽ 23 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്.
അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ 2 കുടുംബത്തെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ടെങ്കിലും ബാക്കി കുടുംബങ്ങളും അതിൻ്റെ അവസ്ഥ എന്താണെന്നറിയില്ല. കാരണം കഴിഞ്ഞ ഈ മഴക്കാലത്താണ് അതൊരു ദിവസം പെട്ടെന്നാണ് ഭീമമായ വിള്ളലാണ്. നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതിനടിയിൽ താമസിക്കുന്നവർക്ക് എന്നും ഒരു ആശങ്കയുണ്ട്, അവരുടെ ജീവനിൽ ഭീതിയുണ്ട്. അപ്പോൾ അത് വാരാപ്പോളിലെ ഉദ്യോഗസ്ഥന്മാരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞേക്കുന്നത് അതിൻ്റെ ടെൻഡർ നടപടികളിലേക്ക് പോയിട്ടുണ്ട്, ഇനിയും അത് പൊളിച്ച് പണിയും എന്നാണ് പറഞ്ഞത്. എന്താണേലും നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം ഉറപ്പായിട്ടും കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നീക്കങ്ങളും നമ്മൾ നടത്തിയിരിക്കും. മേരി ചേച്ചി പുലിയാട്ടോ, വിജയ. ഈ വനാതിർത്തിയോടൊക്കെ താമസിക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോ അല്ലേ? അതെ, ഈ കഴിഞ്ഞ ദിവസം കൂടെ അവിടെ പുലി വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ഫോറസ്റ്റ് അധികൃതരെ തടഞ്ഞു വെക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിനൊക്കെ മുമ്പിലുണ്ടായിരുന്നു. ഇവരാണ് ജനങ്ങളുടെ എന്താവശ്യത്തിനും ഇവരാണ് ഓടിയെത്തുന്നത്. അപ്പോൾ ജനങ്ങളുമായിട്ട് അത്രയേറെ അടുപ്പത്തോടെയാണ് ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് ഈ പ്രാവശ്യത്തെ പ്രതീക്ഷ? 100% പ്രതീക്ഷ. 100% പ്രതീക്ഷ തന്നെ വേണമെന്നാണ്. ഞാൻ ആദ്യമേ സ്ഥാനാർത്ഥിത്തിന് മുമ്പിൽ ഒന്ന് വീട് കയറിയാണ്. നമുക്ക് പാർട്ടി ഏൽപ്പിച്ചെന്നൊരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. എല്ലാ വാർഡുകളിലും കേരളം മുഴുവൻ നിന്നുള്ള ഒരു സംവിധാനമാണ് ഒരു ഭവന സന്ദർശനം. ഭവന സന്ദർശനം ഇറങ്ങിയപ്പോൾ തന്നെ ബോധ്യമായി ഞാൻ തിരിച്ചു വരണമെന്ന് ജനം ആഗ്രഹിക്കുന്നു. അപ്പോൾ മേരി ചേച്ചി ചെയ്തു വെച്ച കാര്യങ്ങൾ ഒക്കെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടു. അതുകൊണ്ടാണ് മേരി ചേച്ചി തന്നെ വിജയ രണ്ടാമത് വരണമെന്ന് തന്നെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ദാസനും വിജയനും സ്ഥാനാർത്ഥിയോടൊപ്പം ഒരുപാട് വിശേഷങ്ങൾ ചോദിച്ചറിയാം, ഇലക്ഷൻ പ്രചരണത്തെക്കുറിച്ചൊക്കെ ചോദിച്ചറിയാനൊക്കെയാണ് നമ്മൾ ഈ ഒരു വെള്ളാനകളുടെ നാട് പരമ്പരയുമായിട്ട് ഇറങ്ങിയത്. അപ്പോൾ വളരെ സന്തോഷം ഉള്ളൊരു നിമിഷമായിരുന്നു അല്ലേ ഇത്? തീർച്ചയായിട്ടും. ഈ പ്രകൃതിയും അതുപോലെ മേരി ചേച്ചിയും ഈ പ്രകൃതി പോലെ തന്നെ സുന്ദരമാണ് മേരി ചേച്ചിയുടെ വരുമ്പോൾ ആ സംസാരത്തിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും യാതൊരു സംശയമില്ലാതെ വേഗന്നുള്ള ഉത്തരവും ആ നിഷ്കളങ്കതയും സംസാരത്തിലെ നിഷ്കളങ്കതയും എല്ലാം നമ്മുടെ ഈ ഓരോ എപ്പിസോഡ് പോകുന്നതും അത് വൈവിധ്യമായിക്കൊണ്ടിരിക്കുകയാണ്, കൂടുതൽ ഭംഗിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മേരി ചേച്ചി എന്തോ അപ്പോൾ ദാസനും വിജയനും എല്ലാവിധ വിജയ ആശംസകളും മേരി ചേച്ചിക്ക് നേരുകയാണ്. അപ്പോൾ നല്ല ഒരു മത്സരം നമ്മുടെ ഈ പാലത്തങ്കട വെയിൻകുന്ന് ഗ്രാമപഞ്ചായത്തിൽ ഈ പാലത്തങ്കട 2ാം വാർഡിൽ നല്ല ആരോഗ്യപരമായിട്ടുള്ളൊരു മത്സരം നടക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ നല്ലൊരു റിസൾട്ട് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഗംഭീരമാകട്ടെ അല്ല വിജയ? അതെ, ഗംഭീരമായിട്ട് ആരോഗ്യപരമായ മത്സരം. അതെ, ദാസനും വിജയനും. സടകുടകണ നേതാവ്, നമ്മുടെ സ്വന്തം നേതാവ്, ജനനിരയുടെ പൊന്നാവ്, മാറ്റിമറിക്കണ ദുനിയാവ്. ചുവരെഴുതിയ മുന്നേറ്റം, മുന്നണി തമ്മിൽ പോരാട്ടം, വഴികരികില് ബാക്കേറ്റം, പൊട്ടിനു വേണ്ടി നെട്ടോട്ടം. ഇരുകൈകൂപ്പി ചിരിശി കാട്ടി വരുമെല്ലാരും, ഇടതായാലും വലതായാലും ഒരുപോലല്ലേ. വരി നിന്നിട്ടോ ജനമൊന്നായി വിധിയേകുന്നു, ഫലമെണ്ണുമ്പോൾ അതിലൊന്നാമൻ ജനരാജാവ്. സടകുടകണ നേതാവ്, നമ്മുടെ സ്വന്തം നേതാവ്, ജനനിരയുടെ പൊന്നാവ്, മാറ്റിമറിക്കണ ദുനിയാവ്. ചുവരെഴുതിയ മുന്നേറ്റം, മുന്നണി തമ്മിൽ പോരാട്ടം, വഴിയരികില് വാക്കേറ്റം, പൊട്ടിനു വേണ്ടി